ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട്? സെറ്റല്ലേ? ഇന്ന് പുതിയൊരു ഡിസ്ക്ലെയിമറൊക്കെ കാണുന്നുണ്ട് അല്ലേ? അത് വേറെ ഒന്നും കൊണ്ടല്ല, യൂട്യൂബിൻ്റെ ഒരു മെയിൽ കിട്ടി, ഡിസ്ക്ലെയിമർ വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. വയ്ക്കാം, കുഴപ്പമില്ല. അതിനിപ്പോൾ എന്തൊരു കുഴപ്പം? ഈ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ച് കഴിഞ്ഞാലേ, യൂട്യൂബ് ഒരു മെയിൽ അയച്ചു തുടങ്ങി ഡിസ്ക്ലെയിമറൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തുന്നതെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അപ്പോൾ യൂട്യൂബിനൊരു കാര്യം മനസ്സിലാക്കി തുടങ്ങി, ഇനി ഡിസ്ക്ലെയിമർ വെക്കണം, അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും യൂട്യൂബിനെ മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ട് ഈ സബ് ചെയ്യുന്നില്ല എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്താ വെച്ചാൽ മറ്റേ ഇൻട്രാഡേ ആണ് കേട്ടോ. ഇൻട്രാഡേ ആണ് നമ്മളുടെ പരിപാടി. ഇപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഐഡിയ എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഈ 40,000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി ഞാൻ എങ്ങനെയാണ് 10,000 ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളൊരു ഐഡിയ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അത് നിങ്ങളാരോടും ചെയ്യാനോ നിങ്ങൾ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. ഇത് ട്രേഡിങ്ങാണ്, ഇത് റിസ്ക് പിടിച്ച പരിപാടിയാണ്. കാശ് ചും പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഇത് ആരും നിങ്ങൾ ട്രൈ ചെയ്യണമെന്നുള്ള, ഇതിപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ, സാധാരണ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിപ്പോൾ ഇതൊരു ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരോടുള്ളൊരു ക്വസ്റ്റ്യനായിട്ട് വേണമെങ്കിൽ കൂട്ടിക്കോ. ഇത് നിങ്ങളാരും ഇതുപോലെ ചെയ്യണമെന്ന് ഞാൻ പറയണില്ല കേട്ടോ. കാര്യം ഡിസ്ക്ലെയിമറൊക്കെ വയ്ക്കാൻ പറഞ്ഞൊരു മെയിൽ വന്ന സ്ഥിതിക്ക് ഞാനൊന്ന് പേടിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും ചെയ്യണ്ട. ഞാനത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണേൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെയിലി അതങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇട്ട് നോക്കാം. നിങ്ങൾ ചെയ്യാതിരുന്നാൽ മതിയല്ലോ, ഞാൻ ചെയ്യണ കാണാമല്ലോ. അപ്പോൾ ഇവന് പറഞ്ഞൊരു 40,000 രൂപ ഇട്ടിട്ട് മാസം 10,000 ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അത്രേ ഉള്ളൂ കാര്യം. ചെറിയൊരു ഡിസ്ക്ലൈമർ കിട്ടിയപ്പോഴേക്കും പേടിച്ചു പോയില്ലേ? ഈ പേടിച്ച് എനിക്കൊരു ലൈക്ക് ഇടും, നോക്കട്ടെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് കൂടി ചെയ്യണം. ഓക്കെ. അപ്പോൾ സംഭവം ഇതിനകത്ത് സാധാരണ എൻ്റെ പഴയ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് സാറിന് ഞാൻ ഇൻട്രായിട്ട് ചെയ്യാറുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല, ശരിയാണ്. മുമ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടായിരുന്നു. ഇതിപ്പോൾ ഒരു 40 സാധാരണ ഈ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരോട് ആരോട് ചോദിച്ചാലും അവർ പറയും ദിവസം 40,000 ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിവസം 500 റുപ്പീസ് ഈസി ആയിട്ട് അവർക്ക് ഇടുന്ന് എടുക്കാവുന്നേ ഉള്ളൂ. 500 അല്ല കേട്ടോ, 500 കൂടുതൽ എടുക്കാം. ഞാൻ പറഞ്ഞത് ഈസി ആയിട്ട് റിസ്ക് ഇല്ലാതെ ഇൻട്രാഡേ ചെയ്യാൻ അറിയാവുന്നവർക്കറിയാം. അപ്പോൾ ഈ പറഞ്ഞാൽ ഈസി ആയിട്ട് 500 എടുക്കാം. കുറച്ച് റിസ്കി ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഡെയിലി 1,000 കൊടുക്കാം, 2,000 കൊടുക്കാം, വേണ്ടി വന്നാൽ 5,000 കൊടുക്കാം, കുറച്ച് റിസ്കി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ. പക്ഷേ അതിലൊന്നും ഞാനും വലിയ ഇത് കാണിക്കാറില്ല. ഞാനും അത്ര വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആളുമല്ല. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കാണിക്കാം. അപ്പോൾ ഈ മന്ത്ലി 10,000 ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ കൂടി ഇടാം. അപ്പോൾ നമ്മളുടെ സ്ട്രാറ്റജി ഇതാണ്. ഡെയിലി ഒരു 500 റുപ്പീസ് ഈസി ആയിട്ട്, റിസ്ക് ഇല്ലാതെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ട്രേഡ് ബൈയോ സെല്ലോ എന്തെങ്കിലും ചെയ്യുക. അതിൽ നമ്മളൊരു 500 550 ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ 40,000 ഇട്ടേക്കുന്ന കാരണം കൊണ്ട് അധികം പോയിൻറ്റ്സ് ഒന്നും വേണ്ട, 2-3 പോയിൻറ്റ്സ് മതി. അങ്ങനെയുള്ള സ്റ്റോക്കുകൾ എടുത്താൽ മതി. 2-3 പോയിൻറ്റ് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു 500 600 തികയണ രീതിയിലുള്ള സ്റ്റോക്കുകൾ എടുത്താൽ മതി. ഓക്കെ. ഇത്ര ഞാൻ പറഞ്ഞപ്പോൾ അത് റിലയൻസ് കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ റിലയൻസാണ് എടുക്കാൻ പോകുന്നത്. റിലയൻസ് അല്ല കേട്ടോ, റിലയൻസ് വേറല്ല. ഇന്ന് എന്തായാലും റിലയൻസ് അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാനൊരു റിസ്കി പോയിൻ്റ് അല്ല, ഈസി ആയിട്ടൊരു പോയിൻ്റ്, ഒരു 2-3 പോയിൻറ്റ് ഈസി ആയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ റിലയൻസിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് എന്താ അവസ്ഥ എന്നുള്ളത് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എടുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഇൻട്രോ ആയിട്ട് പറയുകയും ചെയ്യാം, എന്താണ് ഉദ്ദേശം എന്നുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എടുക്കുമ്പോൾ നിങ്ങളെ കാണിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് സാറിന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു 500 വെച്ചിട്ട് ഇപ്പോൾ ഒരു മാസം ഒരു 20 ട്രേഡ് 500 റുപ്പീസ് പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി 10,000 ഈസി ആയിട്ട്. അപ്പോൾ അത് ഇൻട്രാഡേ ചെയ്യാൻ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഇത് താജിൻ്റെ സ്റ്റോക്കാണ്, താജിൻ്റെ. അപ്പോൾ അത് ഇത്രയും ഡൗൺ, അത്യാവശ്യം ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റൊക്കെ ഉള്ള ഒരു സ്റ്റോക്കാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ചിലപ്പോൾ ഇതിനകത്ത് ഇനി സെല്ലായിരിക്കും എടുക്കുക. അത്രയും സെല്ല് താഴെ വന്ന സ്ഥിതിക്ക് ഞാൻ ബൈ ആയിരിക്കും എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് ടൈമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആകെ ഒരു 5 മിനിറ്റിൻ്റെ
5 മിനിറ്റിൻ്റെ സ്കെയിൽ ഒരു 6-7 സ്കെയിൽ വന്നിട്ടുണ്ട്. 30-35 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ് ടൈമാണ്. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റാർട്ടിങ് ടൈമിൽ എന്ന് പറഞ്ഞാൽ നല്ല കയറ്റിറക്കം ഇങ്ങനെ വരാറുള്ള അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ എപ്പോഴും വരാറുള്ളതാണ്. ഞാൻ മാർക്കറ്റ് എന്നും കാണുന്ന ഒരാളാണ്. അന്ന് ട്രേഡിങ് ചെയ്താലും ഇല്ലെങ്കിലും മാർക്കറ്റ് എന്നും ഞാൻ കയറി വാച്ച് ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞൊരു 7-8 വർഷമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇനി ഇതാണ് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബയ്യ എടുക്കുകയുള്ളൂ. ബയ്യ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നിപ്പ് കണ്ടിട്ട് മറ്റേ താഴെയുള്ള ലൈൻ ടച്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. താഴെയുള്ള ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പീറ്റ് പോയിൻ്റൊക്കെ വെച്ചിട്ടില്ലേ? ആ കാണുന്ന പോയിൻറ്റുകളൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാം. ശ്രീറാം ഫിൻ അത്യാവശ്യം നന്നായിട്ട് കയറിയിട്ടുണ്ട്. അത് ആദ്യമേ ഞാൻ ഇന്നലത്തെ എൻ്റെ മനസ്സിൽ ലിസ്റ്റിലുണ്ടായിരുന്നു ശ്രീറാം ഫിൻ. കാരണം എന്താണെന്ന് പറയാണ്ട് ഇതിൻ്റെ മുമ്പുള്ള വിഭാഗങ്ങളിലൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് അറിയാൻ പറ്റും. എൻ്റെ മൈ ലിസ്റ്റ് ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഇതിപ്പോൾ ഇൻട്രാഡേ ചെയ്യാനായിട്ട് ഞാനൊരു സബ്ജക്റ്റായിട്ട് ഞാൻ വന്നതാണ്. മന്ത്ലി 10,000 ഉണ്ടാക്കി കാണിച്ച് തരാം എന്ന് പറയാനായിട്ട്. അങ്ങനെയാണ് വാശിയൊന്നും പിടിക്കണമെന്നില്ല കേട്ടോ. ഇതിപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് 500 എന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ 1000 പോകാം, കുറച്ചുകൂടി റിസ്ക് എടുക്കുകയാണെങ്കിൽ 2000 പോകാം. പിന്നെ അപ്പോഴുള്ള ഒരു ഈ അപ്പ് ആൻഡ് ഡൗൺ, ഈ മാർക്കറ്റിലുള്ള ഈ അപ്പ് ആൻഡ് ഡൗൺ പോലെ ഇരിക്കും കാര്യങ്ങളിലേക്ക് കിടപ്പ്. റിലയൻസ് ഈ ക്വാളിറ്റി കണ്ടിട്ട് എടുക്കാൻ മൂഡ് തോന്നുന്നില്ല. ആകെ മൂഡ് തോന്നുന്നത് കണ്ടിട്ട് എടുക്കാനൊരു താല്പര്യം തോന്നുന്നത് 39,828 ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 40,000 എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ശരി, 39 ഉള്ളൂ, അത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം. അക്കൗണ്ടിലുള്ള ബാലൻസ് ആണ് ഇട്ടേക്കണേ. ഓക്കെ, ഇതിനകത്ത് നേരത്തെ കുറച്ച് എമൗണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതാണ് ആ കോയിനും ചില്ലറൊക്കെ വന്ന് കിടക്കണേ, മുമ്പ് എപ്പോഴോ ട്രേഡ് ചെയ്തതിൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രാഡേ ഇന്നത്തെ ആയാലും ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് 40,000 തന്നാൽ എനിക്ക് ഈസി ആയിട്ട് 500 എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അവരും പറ്റുമെന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ പറ്റുമെന്ന് പറയും. എന്നിട്ട് പിന്നെ എന്തേ തോറ്റു പോകുന്നതെന്ന് നോക്കുമ്പോൾ അവിടെയാണ് കുഴപ്പം. അവർ ഈ 500 തൃപ്തിയായിട്ട് ഇറങ്ങാൻ തയ്യാറല്ല. മനസ്സിലായില്ല? അത് അവരോട് ചോദിച്ചാൽ അവർ പറയും. അതിനിപ്പോൾ അത്യാഗ്രഹം എന്നൊരു വാക്ക് പറയാൻ പറ്റില്ല, തൃപ്തി എന്ന് തന്നെ ഒരു വാക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ അതിന്. അത് ഈ ട്രേഡ് ചെയ്യുന്നവർക്കറിയാം. ഇപ്പോൾ ഒരു 500 അങ്ങോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സനുവദിക്കില്ല. അതാണ് ഈ മറ്റേ താഴേക്ക് ഫെയിലാവാനുള്ളതിൻ്റെ ഈ നഷ്ടം വരാനുള്ളതിൻ്റെ മെയിൻ കാരണം അതാണ്. 500 മതി എന്ന് വെച്ച് ഒരു ദൃഢപ്രതിജ്ഞ എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈസിയാണ്. ഒരു 90%, മറ്റത് 90% ആൾക്കാർക്ക് തോൽവിയും 10% ആൾക്കാർ മാത്രമാണ് കാശുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നേരെ തിരിച്ചായിരിക്കും. 90% ആൾക്കാരും കാശുണ്ടാക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അടുത്ത ഡിസ്ക്ലൈമറിന് മെയിൽ വരുമോയെന്ന് അറിയില്ല. എനിവേ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഞാനും 500 എന്നങ്ങോട്ട് മറ്റേ ഉറപ്പിച്ച് വേണമെന്നില്ല. നിങ്ങളതിന് കൂടുതലുണ്ടാക്കിക്കോ, അതിനെന്താ കുഴപ്പം? അങ്ങനെ ചെയ്യാൻ അറിയാവുന്ന ചെയ്തു, ചെയ്യാൻ അറിയുന്നവർ ചെയ്യട്ടെ. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ചിലപ്പോൾ 1000 എടുക്കും, ചില 1500 എടുക്കും. അപ്പോൾ അപ്പോഴത്തെ ഉള്ളൊരു അപ്പ് ആൻഡ് ഡൗൺ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഞാൻ നേരത്തെ കാണിച്ചത് തന്നെയാണ്. ഓക്കെ, നേരത്തെ കാണിച്ചു തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളും യൂട്യൂബിൽ നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല. അത് സാറല്ല, അതൊരു ഓക്കെ മെസ്സേജുള്ളൂ. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താജിൻ്റെ എടുക്കാമെന്നുള്ള പ്ലാൻ തന്നെയാണ്. ഞാൻ അതിന് മുമ്പുള്ള 2-3 ദിവസത്തെ ട്രേഡ് ചെയ്യാൻ നോക്കിയായിരുന്നു. പല ലൈനും ആ പിവിറ്റ് ലൈനൊക്കെ വരച്ചിട്ട് ലൈനിൽ ടച്ച് ചെയ്യാണ്ട് പോയിട്ടുണ്ട്. അതങ്ങനെ ടച്ച് ചെയ്ത് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ടച്ച് ചെയ്യാണ്ടും പോവും. ഞാനപ്പോൾ അത് ടച്ച് ചെയ്യുന്നില്ലായിരിക്കും എന്നോർത്തിട്ട് തന്നെയാണ് എടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നതും. 39,000 അപ്പോൾ അതാറുണ്ട് 102 ക്വാണ്ടിറ്റി കിട്ടും. എത്ര ക്വാണ്ടിറ്റി കിട്ടുന്നത്? 263 ക്വാണ്ടിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ എടുക്കാം, സ്വൈപ്പ് ചെയ്യാം. ബെയ്യാണ് കേട്ടോ എടുത്തേക്കണേ. ഇത് ഇപ്പോൾ ഈ രാവിലെ ഇത്ര ടൈമായിട്ടുള്ളൂ, കാരണം സമയം കുറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഈ മോർണിംഗ് ടൈം ഒരു 10:50 വരെ നല്ല 9:50 എന്ന് ചിലർ പറയും. ഞാൻ എന്നാലും സാറിന് ഒരു 10 മണി 10:30 വരെ നല്ല ആക്റ്റീവ് കാണാറുണ്ട് ചില സ്റ്റോക്കുകളിൽ. ചിലതിൽ ഇങ്ങനെ വാഴ വെട്ടിയിട്ട് പോലെ കിടക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല. നോക്കാം. ഞാനിത് മുഴുവനായിട്ട് നിങ്ങളിങ്ങനെ കാണിച്ചിങ്ങനെ ബോറടിപ്പിക്കണമെന്നില്ല. നമുക്ക് ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജികൾ എന്താണെന്നുള്ളതും ഞാൻ പറയാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞിരുന്ന സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു മെസ്സേജ് വന്നാറുണ്ട് വിട്ടുപോയാൽ, സോറി. നേരത്തെ പറഞ്ഞിരുന്ന സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 500 രൂപയിൽ 500 അല്ലെങ്കിൽ 600 രൂപയിൽ നമുക്കത് വിഡ്രോ ചെയ്ത് ഇറങ്ങാൻ പറഞ്ഞാൽ അത് ഈസിയുള്ള കാര്യമാണ്. പക്ഷേ അത് ആരും ചെയ്യില്ല എന്നുള്ളതാണ്.
ആയിരുന്നു ഒന്ന് ഉദ്ദേശിച്ച് ഞാനും വിടും കേട്ടോ. ഞാനും അങ്ങനെ തന്നെയാണ്. 500 രൂപ എടുത്തിട്ട് ഇറങ്ങാനായിട്ട് മൈൻഡ് വയ്ക്കില്ല. കാരണം എന്ന് വെച്ചാൽ ആക്രാന്തം കൊണ്ടല്ല, കാരണം ഈ പോയിന്റ് മേളിലോട്ട് കയറുന്ന കാണുമ്പോൾ ഇനി അത് മേളിലോട്ട് കയറും എന്നുള്ളൊരു പ്രതീക്ഷയിലേക്ക്. കാരണം നമ്മൾ ഇതിനു മുമ്പൊക്കെ നമ്മളെടുക്കാത്ത സ്റ്റോക്കുകളിലൊക്കെ പോയിന്റുകൾ അടിച്ച് മേലോട്ട് കയറാറുണ്ട്. നമ്മളെടുക്കുന്ന സ്റ്റോക്കാണ് ഈ അനങ്ങാണ്ട് നിൽക്കാറുള്ളൂ. അപ്പോൾ ഒരു ഗ്രീൻ കത്തിയിട്ടുണ്ട്, നോക്കാം എന്തായാലും. ഇപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ എന്തായാലും ഇപ്പോൾ ഞാനത് ഇന്ന് തന്നെ ഓടി വന്ന് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് താജായിട്ട് എടുത്താലോ കേട്ടോ. ഞാനത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് റെഫർ ചെയ്യുന്നുണ്ട്. താജിൻ്റെ സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇടിഞ്ഞപ്പോഴൊന്നും അതിൻ്റെ മാത്രം ഇടിഞ്ഞിട്ടില്ല. അതിപ്പോഴും അങ്ങോട്ട് 70-75% ഹൈ തന്നെയാണ് എപ്പോഴും ഉള്ളത്. പിന്നെ റിലയൻസിന് നോക്കിയിരുന്നു, CDSL നോക്കിയിരുന്നു, അങ്ങനെ 2-3 നോക്കിയിരുന്നു. ഓക്കെ, ഞാനിതിനകത്ത് ഇത് വെച്ച് കണ്ടായിരുന്നോ നിങ്ങൾ, മറ്റേ സ്റ്റോപ്പ് ലോസ് വെച്ചത്? അത് 1.25% വെച്ചത്. 1.25%. കാരണം നമ്മൾ സാധാരണ നാട്ടിൽ ഈ പെട്രോൾ അടിക്കുമ്പോൾ ഈ 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോൾ നിങ്ങൾ അതിന് ചെയ്യാറുണ്ടോ? ഒരു 530 അടിച്ചോ അല്ലെങ്കിൽ 510 അടിച്ചോ എന്ന് പറയുന്നത് നിങ്ങൾ അതിലും ചെയ്യാറുണ്ടോ? അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. കാരണം ഇപ്പോൾ അവരിപ്പോൾ അങ്ങനെ അടിച്ചു മാറ്റുന്നുണ്ട് എന്നുള്ളത് ഓർത്തിട്ടൊന്നുമല്ല. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചെയ്യാറുണ്ടായിരുന്നു, ഞാനും ചെയ്യുന്നുണ്ട്. ഇനി എങ്ങാനും അടിച്ചു മാറ്റുന്നുണ്ടെങ്കിലോ, ഇനി എങ്ങാനും ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ചെയ്യണം. എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ 1% വയ്ക്കുമ്പോഴൊക്കെ എപ്പോഴും 1% വന്നിട്ട് ഹിറ്റ് ചെയ്ത് പോകാറുണ്ട്. അത് എപ്പോഴും ഹിറ്റ് ചെയ്തൊന്ന് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകാനുള്ള സമയത്ത് ഞാൻ 1% വിളിച്ച് കൂട്ടി വയ്ക്കുന്നു എന്നുള്ളൂ. ഞാൻ കാണിച്ചു തരാം. അത് വന്നില്ലേ അതേ ലൊക്കേഷൻ ഇതാണ്. ഓക്കെ, ഒന്നുകൂടി ക്ഷമിക്കൂ, ഒരു പറ്റുപോയി. അത് വീഡിയോയുടെ പെടുന്നെങ്കിൽ അറിയാം. അതിന് കട്ട് ചെയ്യണമെന്ന് നേരമല്ല, അത് ആ ഒരു 5 സെക്കൻഡിലിടും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇതിനകത്തിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു മാസത്തിൽ ഒരു 20 ട്രേഡ് 20 ട്രേഡ് അതിൽ അതൊരു 500 വെച്ചിട്ട് ക്ലോസ് എടുക്കാമെന്ന് പറഞ്ഞാൽ അത് ഈസിയായിട്ടുള്ള കാര്യമാണ്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇപ്പോൾ താജ് എടുക്കുന്നതെന്ന് ഇപ്പോൾ ഓടിച്ചാടി നിങ്ങളോട് സംസാരിച്ചിട്ട് പോയി താജ് എടുത്തതെന്നല്ല. കഴിഞ്ഞ ദിവസം എന്തെടുക്കണമെന്ന് 2 പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ലിസ്റ്റുകളൊക്കെ നമ്മൾ ഏറ്റവും മേളിൽ കയറ്റി വെച്ചു, പെട്ടെന്ന് നോട്ട് ചെയ്യാനുള്ള രീതിയിൽ. ഇപ്പോൾ ഈ മേളിൽ ഏറ്റവും മേളിൽ നിന്ന് കാണുന്ന ഒരു 5-6 സ്റ്റോക്കുകൾ ഞാൻ ഇന്നലെ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിന് ഇപ്പോൾ മാർക്കറ്റായിട്ട് ബന്ധമുള്ളവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്താണ് ഇപ്പോൾ ആ സ്റ്റോക്കുകളൊക്കെ ഇതിനകത്ത് വരാൻ കാരണം. ഇപ്പോൾ BL ഇപ്പോൾ ഈ ലിസ്റ്റിനകത്ത് ഏറ്റവും ടോപ്പ് 10 BL വരണമെന്നുണ്ടെങ്കിൽ എന്താ കാരണം എന്നുള്ളത് മാർക്കറ്റ് ഉള്ളവർക്ക് അറിയാം. കാരണം ഇന്നലെ ഏറ്റവും ലോ ആയിട്ട് പ്രവർത്തിച്ച ഒരു സ്റ്റോക്ക് BL ആണ്. ടോപ്പ് ഗെയിനേഴ്സുള്ള ലിസ്റ്റാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടതാണ്. കാരണം എങ്ങാനും ഇപ്പോൾ ഈ ഞാൻ ഉദ്ദേശിച്ച ആദ്യത്തെ 2-3 ഈ സ്റ്റോക്കുകളിൽ വലിയ മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്തടുത്ത ഓപ്ഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ ഡെയിലി ഒരൊറ്റ ട്രേഡ് അത് നൈസായിട്ട് ഒരു 40,000 ഒക്കെ ആണെങ്കിൽ നൈസായിട്ട് ഒരു 1,000-1,500 വരെയുള്ള റിസ്ക്കുകൾ ചിലപ്പോൾ എടുക്കാറുണ്ട്. അത് ഇപ്പോൾ പറഞ്ഞാൽ നല്ല മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതല്ല മൂവ്മെൻ്റ് ഒന്നുമില്ല വലിയ കാര്യങ്ങളൊന്നും ഇല്ലാണെങ്കിൽ നൈസായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 500 എടുത്തിട്ട് ഇറങ്ങാൻ പറ്റും. അത് ഈസിയുള്ള കാര്യമാണ്, ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് അതിൻ്റെ റിസൾട്ട് ഞാനത് കാണിച്ചു തരാം. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ട്രേഡ് കഴിയുകയാണ്, നേരത്തെ തന്നെ ഫസ്റ്റ് ട്രേഡ് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് ലോസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ട്രേഡ് ചെയ്യില്ല. മാക്സിമം അന്നത്തെ ദിവസം ഞാൻ വിട്ടുകളയും. മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകളയും. അങ്ങനെ ഒരു റിവെഞ്ച് ട്രേഡിന് നിൽക്കാറില്ല. റിവെഞ്ച് ട്രേഡിന് നിന്ന് കഴിഞ്ഞാൽ പണി പാടും. ഏതായാലും കാശ് ഒരു സ്റ്റോക്കിൽ കളഞ്ഞാൽ പോരെ, എല്ലാ സ്റ്റോക്കിലും കൊണ്ട് കളയണം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഓക്കെ, ഇപ്പോഴത്തെ ടൈം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സ്റ്റോക്ക് ഇറങ്ങി ഇത്രയും കയറിയിട്ടുണ്ട്. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അത് ഈ പറഞ്ഞ പോലെ ആ ഒരു അത്ര ഇറങ്ങി തിരിച്ച് അത്രയും കയറിയപ്പോൾ തന്നെ ഏകദേശം പോർട്ട്ഫോളിയോയിൽ 1,000 മേളിൽ 1,200 ഒന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇറങ്ങിയതായിരുന്നു. കാരണം ഇത്രയും ടൈം പോകില്ലായിരുന്നു. ഞാനത് മേളിലേക്ക് കയറുന്നു പ്രതീക്ഷിച്ചു, പക്ഷേ കയറിയില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ റെഡ് ക്യാൻഡിൽ ഒരുപാട് വന്നു. 1.25 ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത്. എന്നിട്ട് അത് ഹിറ്റാക്കിയില്ല. പക്ഷേ 1% അത് കറക്റ്റായിട്ട് താഴെ ഒന്ന് ഹിറ്റായിട്ട് പോയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ഹിറ്റായില്ല. ഞാൻ 1.25 വെച്ചത് എന്തുകൊണ്ടും ഭാഗ്യമായി. കാരണം താഴേക്ക് ഇറങ്ങിയപ്പോൾ കറക്റ്റ് 1% വരെ വന്നിട്ട് കണ്ടോ, ആ രണ്ടാമത്തെ W കണ്ടോ, അവിടെ കറക്റ്റ് 1% വരെ വന്നിട്ട് അത് ഹിറ്റായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ 1% ആണ് സ്റ്റോപ്പ് ലോസ് ചേർന്നെങ്കിൽ പെട്ടേനെ. ഓക്കെ, എന്നാൽ അധികം വച്ചുകൊണ്ടിരിക്കണ്ട എന്നുള്ളതാണ്
കാര്യം അല്ലേ. ഇത് ഒന്ന് കൊടുത്ത് ഇറങ്ങിയിട്ട് വേറെ ഏതെങ്കിലും ഒന്നോട്ട് എടുക്കാൻ നോക്കാം. അപ്പോൾ കൊടുത്തേക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ലാസ്റ്റ് ടൈമായിട്ട് ഞാനിപ്പോൾ കുറച്ചായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മറ്റേ ഇത് കണ്ടില്ലേ, നിങ്ങൾ ഇത് നോക്കിയേ, സ്കാൻഡിൽ നോക്കിയേ, കയറി ഇറങ്ങി അങ്ങനെ മാറി കണക്ക് താഴേക്ക് കയറി ഇറങ്ങി, ഇത് സൂം ചെയ്യാൻ പറ്റാത്ത, താഴേക്ക് കയറി ഇറങ്ങിയും ചെയ്തിട്ട് നിൽക്കണം. മനസ്സിലായോ? അപ്പോൾ ഇനി അത് മേലോട്ട് കയറുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് അവിടം വരെ എത്തിയിട്ടില്ല. കാരണം മുമ്പ് അത് 1200 വരെ പ്രോഫിറ്റ് കാണിച്ചത്. ഇതിപ്പോൾ അതിന് തൊട്ട് താഴെ നിൽക്കുന്നത്. വീണ്ടും ആണ് മേളിലേക്ക് അങ്ങോട്ട് കുറച്ച്, കാരണം കയറുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ആയത് നിൽക്കാൻ വേണ്ടി കുറച്ച് നേരമായി ഒരു അനക്കമില്ല. അപ്പോൾ ഇനി റിസ്ക് എടുക്കേണ്ട. അത് മാത്രമല്ല, ഞാൻ ഇത്ര നേരം ലേറ്റായ സമയത്ത് ഇത് കഴിഞ്ഞാൽ വേറൊരു ട്രേഡും കൂടി എടുക്കാമെന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ട്. അത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനാ കയറിയൊരു എൻ്റെ ഒന്ന് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ആ ഒരു ടോപ്പ് എത്തിയെന്ന് പറഞ്ഞില്ലേ, ഇനി ചിലപ്പോൾ താഴേക്ക് ഇറങ്ങാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇറങ്ങുന്നതിൻ്റെ ലാസ്റ്റ് 2 വയ്ക്കുമ്പോൾ കയറി കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം. അതിപ്പോൾ എത്തും. അതിപ്പോൾ എന്തായാലും 600-ലല്ല, എന്തായാലും കുറച്ചുകൂടി മേലെ കയറും. കാരണം ഫസ്റ്റ് ലൈൻ അത് 1200 കയറിയതാണ്. ഇതിപ്പോൾ ചിലപ്പോൾ ഒരു 900 800 വരെ ചിലപ്പോൾ കയറും. അപ്പോൾ അതങ്ങോട്ട് കയറുമ്പോൾ കയറി കട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഒരു റൗണ്ട് കൂടി താഴോട്ട് പോയിട്ട് തിരിച്ചാൽ മേലോട്ട് വരുന്നുള്ളതിനൊരു പ്രതീക്ഷ എനിക്കില്ല. ആദ്യമേ 1200 കട്ട് ചെയ്ത് ഇറങ്ങിയിരുന്നെങ്കിൽ വേറൊരു ട്രേഡിനും പെട്ടെന്ന് എടുക്കായിരുന്നു. കണ്ട, ഞാൻ തന്നെ പറഞ്ഞില്ലേ, ആദ്യമേ ഇറങ്ങിയിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു. ഇതാണ് നമ്മുടെ മിസ്റ്റേക്കും. നമ്മൾ 1200 ഇപ്പോൾ ഇറങ്ങിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാനാണെങ്കിലും സമ്മതിക്കുമെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ. അത് ഇതുകൊണ്ടാണ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 500 ഈസിയാണ്. അത് എനിക്കറിയാം, 500 ഈസിയാണെന്നുള്ള എനിക്കറിയാം. പക്ഷേ ആ കുറച്ച് റിസ്ക് എടുത്താലാണ് 1000-ലോ 1200-ലോ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഈസി ആയിട്ട് കിട്ടി. അത് കണ്ടില്ലേ, മറ്റേ ആ ഗ്രീൻ ലൈൻ പോയതുണ്ടോ, ആ ക്യാൻഡിൽ പോയതെങ്ങനെ ഉണ്ടോ. ഞാൻ പിന്നെ ഇടയ്ക്ക് ആ വീഡിയോ കാണിക്കായിരുന്നു. അത് ഒരുപാട് ലെങ്തി ആയി പോകും. പിന്നെ അത് മാത്രമല്ല, ഞാനിവിടെ കമ്പലുള്ളത്, ഞാൻ അത്യാവശ്യം നല്ല ജോലി തിരക്കിലുള്ളത്. ഇപ്പോൾ എനിക്കാണെങ്കിൽ വീഡിയോ എടുത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഏതായാലും ഇപ്പോൾ വിഡ്രോ ചെയ്യാറാകുമ്പോൾ എടുത്തിറങ്ങിയാലോ. കാരണം ഇപ്പോൾ എന്തായാലും ടോപ്പിലെത്തിയിട്ടുണ്ട്. CDSL ഞാൻ മറ്റേ അത് കഴിഞ്ഞിട്ട് എടുക്കാൻ പ്ലാൻ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഇതാണ്. എടുക്കാൻ പ്ലാൻ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ കാരണം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും, കാരണം അവൻ ആ ലൈനിൽ ടച്ച് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങാനുള്ള പറ്റും. നേരത്തെ ഒരു റെഡ് ക്യാനിൽ കാണിച്ചിട്ടുണ്ട്. ആ ഗ്രീൻ ക്യാനിൽ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് കയറിയതുണ്ടോ. അത്രയും കയറി ശരിക്കും താഴേക്ക് വരണം. കാരണം പോയിന്റ് ചെക്ക് ചെയ്യുമ്പോൾ അതിന് മുമ്പ് വേറെ ലൈൻ കിടക്കുന്നുണ്ട്. ആ ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യാമെന്നുള്ള ഓർത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവൻ കിടന്ന് ആ 500 600 സംതിങ് വരെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കയറി ഒന്ന് അടുത്തൊരു പോയിൻ്റ് കൂടി മേളിലോട്ട് കയറി കഴിഞ്ഞാൽ അത് എക്സിറ്റ് അടിക്കുക. അത് എൻ്റെ CDSL നോക്കാം. ഓക്കെ, അതിൽ കട്ട് ചെയ്യാമെന്നുള്ളൂ. പക്ഷേ എനിക്ക് അതല്ല, ഒരു അടുത്തൊരു പോയിൻ്റ് കൂടി മേലോട്ട് കയറാനുണ്ട്. ഞാനത് ബൈ അടിച്ചത് ഏറ്റവും ലോയിൽ നിന്നാണ്. നിങ്ങൾ കണ്ടിരുന്നോ? ഞാനത് ബൈ എടുത്തത് ഏറ്റവും ലോയിൽ നിന്നാണ്. ഏറ്റവും ലോയിൽ നിന്ന് പറഞ്ഞാൽ ആ റെഡ് എവിടം വരെ ഇറങ്ങിയോ ആ ഇറങ്ങിയതിൻ്റെ ഏറ്റവും ലോയിൽ നിന്നാണ് ഞാൻ ആ ബൈ അടിച്ചത്. കാരണം അത് കറക്റ്റ് പോയിൻ്റായിരുന്നു. ഞാൻ ആ ബൈ അടിക്കുന്ന സ്ഥലം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് എൻഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ പോയിന്റിൽ തന്നെ വരട്ടെ എന്ന് ഓർത്തിട്ടാണ്. കാരണം അവൻ അതിന് മേളിലേക്ക് ഇനി കയറില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് അത്രയും പ്രോഫിറ്റ് മതി. ചെറിയ അടുത്തൊരു പോയിന്റിന് വന്നിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണേ. നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്യണ്ടോ ഇല്ല എന്നുള്ളത് ആരും പറഞ്ഞില്ലല്ലോ. കമൻറ്റ് ചെയ്യട്ടോ, സബ്സ്ക്രൈബ് ചെയ്തോട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. മറ്റേ നെക്സ്റ്റ് വീഡിയോയുടെ വീഡിയോ ഇടാം. ഓക്കെ 794. ഓക്കെ, എന്നാൽ 870. ഓക്കെ, അപ്പോൾ എന്നാൽ അടുത്ത പോയിന്റ് കട്ട് ചെയ്യാം. നെറ്റില്ലേ, ഇടയ്ക്കിടയ്ക്ക് വൈഫൈ കണക്റ്റ് ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വൈഫൈ പോവില്ല. 820. ഇപ്പോൾ ഈ പോയിന്റിൽ കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ വൈഫൈയും ഉണ്ടാവില്ല. വൈഫൈ കണക്റ്റ് ആയല്ലോ. ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ നാണക്കേടാണ്. എന്തായാലും കട്ട് ചെയ്യണം. എത്രയാണ്? 820 തന്നെയുണ്ട്. കമോൺ മോനെ, ട്രൈ അഗൈൻ. അത്ര നേരം 820 വന്നിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് 733 ചാടിയതാണ്ടോ. അതാ കട്ട് ഇറങ്ങാനുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കറക്റ്റ് സമയത്ത് നെറ്റും പോയി. സാറില്ല, ഞാൻ ആ ഉദ്ദേശിച്ച പോയിന്റിൽ തന്നെ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നുള്ളതാണ്. ഞാൻ കുറച്ചുകൂടെ കാണിച്ചു തരാം. CDSL ഇതാ റെഡ് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെല്ല് തന്നെയാണ്. നാളെ നേരത്തെ വിചാരിച്ച പോലെ തന്നെ
39,000 തന്നെ എടുക്കാം. ഓക്കെ, നോക്കാം എന്താണ്. ഇവനും കൂടി ഒന്ന് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് അതൊരു 1,200 1,100 അല്ലെങ്കിൽ നല്ല മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ 1,500 നമുക്ക് കട്ട് ചെയ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പരിപാടി ചെയ്യരുത് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു 852 വന്നപ്പോൾ ആ നെറ്റ് കാരണം കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 733 753 കട്ട് ചെയ്ത് ഇറങ്ങിയില്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ട്രേഡും ചെയ്യരുത്. ഇതിങ്ങനെയാണെങ്കിൽ ഒരു മാസം നിങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇറങ്ങി വരാം എന്നുള്ളതാണ് ഞാൻ ഈ കാണിക്കണേ. ഓക്കെ, അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ഇരുന്ന് കണ്ടു കഴിഞ്ഞാലാണ് മറ്റേ CDSL എടുത്തത് പ്രോഫിറ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റൂ. ഇത് എനിക്കുണ്ടൊരാകാംക്ഷ, നിങ്ങൾക്കില്ലൊരാകാംക്ഷ. അപ്പോൾ നോക്കിയിരിക്കുക. അതൊന്ന് ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് വിടും, കമൻറ്റ് ചെയ്ത് വിടും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയാലും കമൻറ്റ് ചെയ്ത് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അത്യാവശ്യം തെറ്റില്ലല്ലോ, ഇറക്കാം മതി. കാരണം അത്യാവശ്യം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അത് മതി. ഇനി അധികം ഇവിടെ കിടന്ന് അധികം കളിക്കേണ്ട കാര്യമില്ല. ഓക്കെ, എത്രയായി ടോട്ടൽ? 1172. ഇനി പറഞ്ഞുകൊണ്ട് എടുത്താലോ? വേണ്ട, അത് വേണ്ട, അത് വലിയ കളിയായി പോകും, അത്രയും വേണ്ട. അപ്പോൾ ഇന്നിപ്പോൾ കാരണം കറക്റ്റ് 500 എടുക്കണമെന്നില്ല, കുറച്ച് മേലോട്ട് കയറ്റി എടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് എല്ലാ ദിവസവും ചിലപ്പോൾ പ്രോഫിറ്റ് ആയിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ എന്തെങ്കിലും ദിവസം ലോസ് ഒന്നും എന്ത് ചെയ്യും. അപ്പോൾ അതാണ് അവസ്ഥ. നമ്മളുടെ നേരത്തെ താജ് നോക്കിയേ, ഞാൻ ആ ബെയ്യ് എടുത്തിട്ട് കറക്റ്റ് എവിടെ നിന്നാണോ ബെയ്യ് എടുത്തത് കറക്റ്റ് ആ പോയിൻ്റ് തൊട്ട് പിന്നെ നേരെ താഴോട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ബെയ്യ് എടുത്ത സ്ഥലവും കറക്റ്റാണ്. ഞാൻ സെല്ല് ചെയ്ത സ്ഥലം നോക്കി കറക്റ്റ് അവിടെ നിന്ന് സെല്ല് ഇടാൻ പിന്നെ നേരെ താഴോട്ടാണ് പോയത് കറക്റ്റ്. അപ്പോൾ ഞാൻ ആ സെല്ല് ചെയ്ത സ്ഥലം ശരിയാണ്. പക്ഷേ കുറച്ചുകൂടി നേരത്തെ സെല്ല് ചെയ്യാമായിരുന്നു, കുറച്ചുകൂടി നേരത്തെ ഇപ്പം മറ്റൊരു ട്രേഡ് എടുത്ത് കിട്ടിയ പ്രോഫിറ്റ് നേരത്തെ ഒറ്റ ലൈനിൽ കിട്ടിയേനെ ഉണ്ടോ, ആ ലൈനിൽ കിട്ടിയേനെ. എടുത്തില്ല, കാരണം അത് നല്ല സ്പീഡിലാണ് കയറുക. അപ്പോൾ അതുപോലെ വീണ്ടും സ്പീഡിൽ ഒന്നുകൂടി ഒരു 4-5 ലൈനുകൂടി കയറിയത് ഞാൻ കട്ട് ചെയ്ത് ഇറങ്ങിയേനെ. പക്ഷേ കയറുമെന്ന് ചോദിച്ചു, കയറിയില്ല. ഇനിയും അത് കുഴപ്പമില്ല. അപ്പോൾ ഇനി നാളെ ട്രേഡ് ചെയ്തില്ലെങ്കിലും ഇപ്പോഴേ എൻ്റെ 500 അതിനകത്ത് ആയിട്ടുണ്ട്. അപ്പോൾ നാളെ ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ആ ട്രേഡിങ് ക്ലോസിങ് ടൈമിൻ്റെ അലാറം വന്നത് അതൊക്കെ വന്ന് ഓഫ് ചെയ്ത് കണ്ടോ. കാരണം ഞാൻ വർക്ക്ഷോപ്പിലുള്ളത്, വർക്കിലുള്ളത്. അപ്പോൾ ഇവിടെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ വർക്കുകളും കാര്യങ്ങളും കാർപ്പൻട്രി വർക്കുകളും നടക്കണം. അതാണ് ഈ പുറകെ കൂടെ കുടും സൗണ്ട് കേൾക്കണേ. 2 ട്രേഡൊന്നും എടുക്കാതെ സിംഗിൾ ട്രേഡിൽ തന്നെ 500 വെച്ചിട്ട് ഒരു മാസാവസാനം ഈസി ആയിട്ട് ഉണ്ടാക്കാം. അത് കാണിക്കാനാണ് ഞാൻ ഇപ്പം നാളത്തെ വീഡിയോ ഒക്കെ ഇതുപോലെ ചെയ്യണം കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. സബ്സ്ക്രൈബും ചെയ്ത് പറഞ്ഞു. നിങ്ങൾ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കറിയാം. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അത് നിർബന്ധമാണ്. അതുകൂടി ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇനി അടുത്ത വീഡിയോ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ. ഇത് പറഞ്ഞു പറഞ്ഞാൽ എനിക്കുണ്ടൊരു ആകാംക്ഷ നാളെ വീഡിയോ എടുത്ത് ചെയ്യാൻ, നിങ്ങളുടെ മുമ്പ് ചെയ്യാൻ. പക്ഷേ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് കമൻറ്റ് കൂടി ചെയ്താലാണ്, സബ്സ്ക്രൈബും ചെയ്താലാണ് നമുക്ക് ചെയ്യാനൊരു ആഗ്രഹമുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഓക്കെ ഗൈസ്, സീ യു, താങ്ക് യു ഓൾ, ബൈ.